2026 ജനുവരി 20 ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം തിരുവോണമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:08 വരെയാണ് തിരുവോണ നക്ഷത്രമുള്ളത്. അതിനുശേഷം അവിട്ട നക്ഷത്രം തുടങ്ങും. ഇന്നേ ദിവസം ശുഭകാര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു ദിവസമാണ്. ജോലി തടസ്സം നീങ്ങാനും മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാനും സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. സാമ്പത്തികപരമായി ഗുണകരമായ ദിവസമാണ് ഇന്ന്. കുടിശ്ശികയായി കിടക്കുന്ന ധനം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷം നിലനിർത്തും. ബന്ധുക്കൾ സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആരോഗ്യം ശ്രദ്ധിക്കണം. ഉദരവ്യാധി, കാലുകൾക്ക് വേദന, ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാക്കുകൾ ശ്രദ്ധിക്കുക. അനാവശ്യ കാര്യങ്ങൾ അനാവശ്യ തർക്കത്തിൽ ഏർപ്പെടാതെ സൂക്ഷിക്കുക. മനസ്സിന് വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. മുൻകോപം നിയന്ത്രിക്കുന്നത്. യാത്രയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ നേതൃത്വ പാഠവും അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ധനം, സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായ ദിവസം കൂടിയാണ്. മുടങ്ങിക്കിടക്കുന്ന ധനം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. ചെറിയ അലസതകൾ ഉണ്ടായാലും വേഗം മാറിക്കിട്ടാനുള്ള അവസരമാണ്. പ്രിയപ്പെട്ടവരിൽ നിന്ന് സന്തോഷ വാർത്ത ലഭിക്കാനും കുടുംബാംഗങ്ങളോട് സന്തോഷകരമായ സമയം ചെലവഴിക്കാനും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. വാക്കുകളുടെ ഉപയോഗം ശ്രദ്ധിക്കുക. വാഗ്ദാനങ്ങളിൽ നിന്ന് ഒഴിവാകുക. പ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ആലോചിക്കുക. പൊതുവെ കാര്യസിദ്ധി ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ വേണ്ടിവരും. തൊഴിൽ പുരോഗതി, ജോലിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. നേതൃത്വ പാഠവും പ്രകടിപ്പിക്കാനും അവസരമുണ്ടാകും. പ്രതീക്ഷിതമായ ധനസഹായമോ ആനുകൂല്യങ്ങളോ ലഭിച്ചെന്ന് വരും. ദഹന അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. പരമാവധി പണം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവുകൾ വന്നേക്കാം. ചില കാര്യങ്ങളിൽ അനാവശ്യ വാക്കുതർക്കങ്ങൾ ഏർപ്പെട്ടെന്ന് വരും. മാനസിക സമാധാനം നശിപ്പിച്ചേക്കാവുന്ന ചില കാര്യത്തിൽ ചെന്നുപെടേണ്ടി വരും. വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വന്നേക്കാം.